നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ രുചിയിലുള്ള പരിപ്പ് വട എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കേട്ടോ. അതിനു വേണ്ടി കുതിർത്തി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് സവോള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, കായപ്പൊടി ഇവയെല്ലാം ചേർത്തി പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്താൻ വെച്ച കടലപ്പരിപ്പ് അതും പിന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് ഇതുപോലെ അങ്ങ് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഇതുപോലെ ഉരുളയാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ച് ഒരു അമർത്തുക. അപ്പോൾ സെൻറ്റർ ഭാഗം മാത്രം കുറച്ച് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. കുതിർത്തി വെച്ചിരിക്കുന്ന പരിപ്പ് എപ്പോഴും ഡ്രൈ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വട ഉണ്ടാക്കുമ്പോൾ എണ്ണയിലിടുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ചിലർ പറയാറുണ്ട് വട ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ. അത് പൊട്ടിപ്പോവാനുള്ള കാരണം അതിൽ പരിപ്പിൽ വെള്ളം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ കുതിർത്തി വെച്ച് ഉടനെ അതിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ആ വെള്ളം അതിലുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. വട പൊട്ടിപ്പോവാതിരിക്കാൻ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നാടൻ രുചിയിലുള്ള പരിപ്പ് വട തയ്യാറാക്കി എടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രം മതി. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തിയാണ് നമ്മൾ നാടൻ രുചിയിലുള്ള പരിപ്പ് വട തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നാടൻ രുചിയിലുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ചായയും പരിപ്പ് വടയും കൂടി അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്താൽ അവർക്ക് സന്തോഷമാവും. ഒരുപാട് ഇഷ്ടത്തോടെ അവരത് കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.